വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ പഠിപ്പിച്ച മാഷും എൻ്റെ കാരണവന്മാരും ഒരുപാട് നല്ല പ്രാസംഗികരുമാണ് ഈ വേദിയിൽ എൻ്റെ പിന്നിലിരിക്കുന്നത്. ഞാൻ നാഷണൽ ടീമിനോട് പറഞ്ഞു, അയ്യോ ഞാനിതിന് അർഹനല്ല, അതിന് പറ്റിയ വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തായാലും കൊച്ചിയിലാണെങ്കിലൊക്കെ നമ്മൾ മലപ്പുറത്തിനെ കുറിച്ച്, മഞ്ചേരിയെ കുറിച്ചൊക്കെ അഭിമാനപൂർവ്വം അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വല്ല ഗവൺമെൻറ് ജോബൊക്കെ ആയിട്ട് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസുകളിലോ മെഡിക്കൽ കോളേജുകളിലോ ഒക്കെ വന്നിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് റിട്ടയർഡായിട്ട് അവർ അവിടെ നിന്ന് എന്നെ സ്വന്തം നാട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് എന്നെ പരിചയപ്പെടുമ്പോൾ ഞാനൊരു മഞ്ചേരിക്കാരനാണ്, ഞാനൊരു മലപ്പുറക്കാരനാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാ പറയാം. ഞങ്ങൾക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. എന്ത് സ്നേഹത്തോടു കൂടിയാ നിങ്ങളുടെ നാട്ടുകാരൻ ഞങ്ങളെ സ്വീകരിച്ചത്, ഞങ്ങളോട് പെരുമാറിയത്. സത്യമല്ലേ? സാധാരണ എന്താണ് പറയാ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ നല്ലതിനെ എപ്പോഴും കൈനീട്ടി സ്വീകരിച്ചവരാണ് നമ്മുടെ മലപ്പുറം ജില്ലക്കാര്, നമ്മുടെ മഞ്ചേരിക്കാര്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് കല എന്നൊരു ഇതിലോട്ട് വന്നപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ നാട്ടുകാരൊക്കെ, കാരണം ഞാൻ അവരുടെ കൂടെ വളർന്നതല്ലേ, ഞാൻ അവരുടെ ഇതിലൊന്നും പോയി എന്നെ അത്ര അങ്ങോട്ട് മൈൻഡും ചെയ്യില്ല എന്നൊക്കെ. പക്ഷേ എനിക്കതെല്ലാം അനുഭവപ്പെട്ടത് കലാരംഗത്ത് എനിക്ക് പേരും പ്രശസ്തിയും നാലാൾ അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയപ്പോഴേക്ക് എൻ്റെ കയ്യിൽ ആദ്യത്തെ മൊമെൻ്റോ വെച്ച് തന്നത് ഈ മഞ്ചേരി കോവിലക്കൂട്ടിലെ ക്ലബ്ബാണ്, അവിടുത്തെ വായനശാലയാണ്. എന്നെ അംഗീകരിച്ചത് എൻ്റെ ഒത്തിരി അവാർഡുകൾ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ആദ്യത്തെ എൻ്റെ കയ്യിൽ എന്നെ അംഗീകരിച്ചത് എൻ്റെ നാട് തന്നെ. അതുകൊണ്ട് നമ്മുടെ നാട് ഈ മനാഫ് ഖാനെ പോലെ, ഈ ഖാനെ പോലെയുള്ള നല്ലവരെ നല്ല മനസ്സോടുകൂടി കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മനാഫ് ഖാനെ പോലൊരാളെ ആദരിക്കാനുള്ള ഒരു വേദിയിലൊരു ഉദ്ഘാടകനായി എനിക്ക് അവസരം തന്ന നമ്മുടെ നെക്സ്റ്റ് ടീമിനോടും, അതുപോലെ തന്നെ മനാഫ് ഖാക്ക് ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ മനാഫ് ഖാനെ ആദരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് നെക്സ്റ്റ് ടീമിനോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വ്യക്തിപരമായിട്ട് വലിയ കാര്യമാണ്. ഈ സമയത്ത് നമ്മളെ മനാഫ് ഖാക്ക് മാനസികമായിട്ടും അല്ലാതെയും നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എന്തായാലും കൂടുതലൊന്നും പ്രസംഗിച്ച് എനിക്ക് താല്പര്യം സോറി, എനിക്ക് അറിയില്ല. ആക്ഷൻ കണ്ടെന്ന് പറയുമ്പോൾ അഭിനയിക്കാനേ അറിയുള്ളൂ. എന്തായാലും ഒരുപാട് പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ, നന്നായിട്ട് പ്രസംഗിക്കുന്ന ഇഷ്ടംപോലെ, എൻ്റെ മാഷ പോലെ, എൻ്റെ കാൽതാക്കാനെ പോലെ, നവീനെ പോലെ ഇഷ്ടംപോലെ ആൾക്കാരോട് ഉണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല. ഈ ഒരു മഹനീയ കർത്തവ്യം, ഉദ്ഘാടനം എന്ന കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.